ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷാണോ? തിരുവരങ്ങിലൂടെ ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായെന്ന് കേട്ടിട്ടുണ്ടോ? ഉപ്പുതൂണായി മാറി. ഒരാള് ലോത്തിന്റെ ഭാര്യ ഉപ്പ് കൊണ്ടുള്ളൊരു തൂണായിട്ട് മാറി എന്നാ പറയണേ. അത് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? നമുക്കതെന്താന്ന് നോക്കാം അല്ലേ? അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ദൈവമേ പഠിക്കാൻ, വചനം പഠിക്കാൻ, ബൈബിൾ പഠിക്കാൻ വേണ്ട കൃപ തരണേന്ന് ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അങ്ങ് ഇസ്രായേൽ ജനത്തെ നയിച്ചതും അബ്രാഹത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചതും ഞങ്ങൾ തിരിച്ചറിയുന്നു. പിതാവേ, അങ്ങയുടെ അനന്തമായ പരിപാലനയും സ്നേഹവും ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനം പോലെ പരിപാലിച്ചതും എല്ലാം വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം, കരുതലുള്ള സ്നേഹം, കരുണയോടെ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങൾ പാപം ചെയ്ത് അങ്ങയെ ദ്രോഹിച്ചപ്പോഴും പരസ്പരം സ്നേഹിക്കാതെ അങ്ങയിൽ നിന്ന് അകന്നു പോയപ്പോഴുമെല്ലാം സ്നേഹസമ്പന്നനായ അങ്ങ് ഞങ്ങളുടെ പിന്നാലെ വന്ന് ഞങ്ങളെ മാടി വിളിക്കുന്ന അങ്ങയുടെ ആ വലിയ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ അങ്ങ് ഒരിക്കലും അനുവദിക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ, ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമുക്കൊന്ന് സ്തുതി ചൊല്ലി തുടങ്ങാം അല്ലേ? യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ഈ അബ്രാഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെ അബ്രാഹവും ലോത്തും കൂടെ ഒരുമിച്ച് പുറപ്പെട്ട് കാനാൻ ദേശത്ത് വന്ന് ലോത്തിനോട് അബ്രാഹാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളാം. അങ്ങനെ സോദോം ഗൊമോറ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ നാട് പോലെ, പറുദീസ പോലെ തോന്നിയ ഒരു സ്ഥലം, ഏറ്റവും നല്ല സ്ഥലം, എല്ലാം കൊണ്ടും നല്ല ഒരു സമതലം പോലെ ഫലപുഷ്ടിയുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. പിന്നെ മിച്ചം ഉണ്ടായിരുന്ന സ്ഥലമാണ് അബ്രാഹാം തിരഞ്ഞെടുത്തത്. അങ്ങനെ അബ്രാഹാം അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് പിന്നീട് അബ്രാഹാം അതേക്കുറിച്ച് പറയുന്നത്, ഈ സ്ഥലത്തെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ അവർ സന്തോഷമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അബ്രാഹത്തെ ഒരു ദിവസം ദൂതന്മാർ വന്ന് സന്ദർശിച്ചു. അബ്രാഹാം അറിഞ്ഞില്ല ഇത് ദൈവദൂതന്മാരാണെന്നൊന്നും. അങ്ങനെ ഒരു ദിവസം അബ്രാഹത്തിൻ്റെ കൂടെ താമസിച്ച് പിറ്റേ ദിവസം തൻ്റെ അതിഥികൾക്ക് നല്ല സൽക്കാരമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ അവരെ യാത്രയാക്കുക. പോകാൻ നേരത്ത് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സോദോം ഗൊമോറയിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അബ്രാഹത്തിനറിയാം തൻ്റെ സഹോദരപുത്രൻ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്, ലോത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. പറഞ്ഞു, ശരി, ഞാനും നിങ്ങളുടെ വഴിയുടെ അറ്റം വരെ വരാം എന്നും പറഞ്ഞ് ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോവുക. കുറേ കഴിഞ്ഞപ്പം ഈ ദൈവദൂതൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അല്ല, ഈ അബ്രാഹാം ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് വിശ്വസ്തനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ താൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം അബ്രാഹത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവൻ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, ദൈവം കാണുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്, സൊദോം ഗൊമോറയിലെ ആളുകൾ വളരെയധികം പാപം ചെയ്ത് സുഖഭോഗങ്ങളിൽ മുഴുകി ജഡിക താല്പര്യങ്ങളിൽ മാത്രമാണ് അവർക്കിപ്പോൾ ശ്രദ്ധ. ദൈവത്തിൻ്റെ നിയമമോ മാനുഷിക നിയമമോ മൂല്യങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. ഓരോരുത്തരും സ്വന്തം ജഡികത അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനത് തീയും ഗന്ധകവും ഇട്ട് നശിപ്പിക്കാൻ പോവുകയാണെന്ന് കർത്താവ് തീരുമാനിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ അബ്രാഹത്തിന് വിഷമായി. അയ്യോ, ലോത്ത അവിടെ താമസിക്കുന്നത്, ലോത്തിൻ്റെ മക്കളും മക്കളും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്രാഹാം പറഞ്ഞു, അയ്യോ ദൈവമേ,
ഒരു 50 നീതിമാന്മാർ, സൊദോം ഗൊമോറയിൽ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ആ നാടിനെ നശിപ്പിക്കുമോ? അപ്പം ദൂതൻ പറഞ്ഞു, ഇല്ല, 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കില്ല. അപ്പം അബ്രാഹാം ഓർത്തു, ഇനി 50 ഇല്ലേ വാ, 50 പേര് അവിടെ കാണുകയില്ലായിരിക്കും, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഒരു അല്പം കൂടെ കുറയ്ക്കുക, 45 പേരുണ്ടെങ്കിൽ. നല്ല നാടകം പോലെയാണ്. അപ്പം ദൈവം പറഞ്ഞു, ആയിക്കോട്ടെ, 45 പേരുണ്ടെങ്കിൽ അവരെ പ്രതി ഞാനത് നശിപ്പിക്കില്ല. എന്ന് നോക്കിയേ, കർത്താവെ ക്ഷമിക്കണേ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, 40 പേരെ ഉള്ളെങ്കിലോ? ദൈവം പറഞ്ഞു, ശരി, 40 പേരെ ഉള്ളെങ്കിൽ അവരെ പ്രതി ഞാനത് ക്ഷമിക്കുകയില്ല, അല്ല, ആ നാട് നശിപ്പിക്കുകയില്ല, ഞാൻ ക്ഷമിക്കും അവരോട്. അപ്പോൾ അബ്രാഹത്തിന് തോന്നി, അയ്യോ 40 പേരില്ലായിരിക്കും, എന്നാൽ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് നോക്കാം. ക്ഷമിക്കണേ, ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കാം. ഇനി ചോദിക്കുകയില്ല, ഒന്നുകൂടെ ചോദിക്കുള്ളൂ. 30 പേരെ ഉള്ളെങ്കിലോ? ശരി, 30 പേരേ ഉള്ളൂ. അപ്പം അബ്രാഹത്തിന് മനസ്സിലായി 30 പേരുമില്ല. അബ്രാഹവും ദൈവവും കൂടെ അവിടെ ഒരു പേശല, നീതിമാന്മാർക്ക് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ആ നാടിനെ നശിപ്പിക്കരുതേ, തീയും ഗന്ധകവും വിട്ട് ആ നാടിനെ നശിപ്പിക്കരുതേ. അബ്രാഹത്തിന് അത് ചിന്തിക്കാൻ പോലും മേല. അവസാനം പേശി അബ്രാഹം ചോദിച്ചു, ഒരു 10 പേരുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുമല്ലോ. അബ്രാഹം വിചാരിച്ചു എന്തായാലും 10 കാണുമെന്ന്. 10 പേരെങ്കിലും നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അതിനെ പ്രതി ഞാൻ അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 10 പേരാണെങ്കിൽ 10 പേര്, അത് മതി. അബ്രാഹത്തിന് മനസ്സിലായി, എൻ്റെ കർത്താവെ ഇത് നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ ദൂതന്മാർ ലോത്തിൻ്റെ അടുക്കിലേക്ക്, സൊദോം ഗൊമോറയിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര ചെയ്ത് പിന്നെ അബ്രാഹാം പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇവർ ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പം ദൈവദൂതന്മാരല്ലേ, അപ്പം ആളുകളൊക്കെ കണ്ടു ഇങ്ങനെ ആ നാട്ടിലേക്ക് കയറിയപ്പോൾ തൊട്ട് തിന്മയുടെ ഒരു വലിയ ദോഷം ആ നാട്ടിലുണ്ട്. തിന്മ ചെയ്ത് തിന്മ പെരുകി കിടക്കുക. ഇങ്ങനെ ലോത്തിൻ്റെ വീട്ടിലേക്ക് 2 സുന്ദരന്മാർ പോകുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ടു. വയസ്സായവരും, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരും, ആൽസിമേഴ്സ് വന്നവരും എല്ലാവരും ശ്രദ്ധിച്ചു. 2 സുന്ദരന്മാർ ലോത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ലോത്ത് തൻ്റെ അതിഥികളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ സൽക്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ വീടിന് ചുറ്റും കുറേ ആളുകൾ വന്നിരിക്കുന്നു. എന്താ ലോത്ത് ചോദിച്ചു, നിൻ്റെ വീട്ടിലേക്ക് 2 സുന്ദരന്മാർ വന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് വിട്ടുക, ഞങ്ങൾക്ക് അവരോടുകൂടി ഞങ്ങൾക്ക് പാവം ചെയ്യണം, ഞങ്ങൾക്ക് അവരെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് പറഞ്ഞു, അയ്യോ നിങ്ങൾ ദൈവദോഷം പറയരുത്, നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് തിന്മ ചെയ്യരുത്, അവരെ എൻ്റെ അതിഥികളാ, അവരെ ഞാൻ ഒരു തരത്തിലും അവർക്ക് ദുഃഖകരമായ കാര്യം ചെയ്തുകൂടാ. ഇവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടതാ, ഇങ്ങനെ അവർ വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കണ്ടതാ, ഒരു വയസ്സായ ഒരു മനുഷ്യൻ, വൃത്തൻ എന്നാ ബൈബിളിൽ പറയുന്നത്, ഒരു വൃത്തനും വന്നിരിക്കുക അവരുടെ കൂട്ടത്തിൽ. അവസാനം ലോത്ത് പറഞ്ഞു, പുരുഷ സ്പർശമേക്കാത്ത 2 പെൺകുട്ടികൾ ഇവിടെയുണ്ട്, ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം, എൻ്റെ സ്വന്തം മക്കൾ, എന്നാൽ പോലും എൻ്റെ അതിഥികളെ നിങ്ങളൊന്നും ചെയ്യരുത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്തിനെ ഇവർ ഉപദ്രവിച്ചു. ലോത്തിനെ അടിച്ച് വീഴിച്ച് ഉന്തി, എന്നിട്ട് ബലമായിട്ട് കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ഇവരെ പിടിക്കാനായിട്ട് തുനിഞ്ഞു. അപ്പോഴത്തേനും ദൈവദൂതന്മാർ വേഗം വാതിൽ തുറന്ന്, അപ്പോൾ ലോത്ത് വീണ് കിടക്കുക. ദൈവദൂതന്മാർ ഇറങ്ങി വന്നേച്ചിട്ട് വേഗം കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു. ആ സമയത്ത് വന്ന എല്ലാവരുടെയും കണ്ണ് കാണാൻ പാടില്ലാതെ അവരെല്ലാം അന്ധരായി തീർന്നു. അവർ കൈ നീട്ടി ലോത്തിനെ വേഗം എണീപ്പിച്ച് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. ഇവരെല്ലാം തപ്പിത്തടയാൻ തുടങ്ങി, ഇവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെല്ലാം അന്ധരായിട്ട് അവരുടെ വീടുകളിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഈ സൊദോം ഗൊമോറ തീയും ഗന്ധകവും ഇട്ട് നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ ദൈവദൂതന്മാരെ ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, നീ നിൻ്റെ ഭാര്യയെയും മക്കളെയും നിൻ്റെ ആടുമാടുകളെയും നിൻ്റെ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇതാ ആ വലിയ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടോ, വേഗം പൊക്കോ, ഇവിടെ ഇപ്പോൾ തീയും ഗന്ധവും എല്ലായിട്ട് ഇതിനെ നശിപ്പിക്കും, ഇവിടുത്തെ ആളുകളെല്ലാം തിന്മ ചെയ്ത് ദുഷ്ടരായി മാറിയിരിക്കുക, ഇവരെ എല്ലാം വധിക്കാൻ പോവാ. അപ്പോൾ ലോത്ത് പറഞ്ഞു, അയ്യോ ഞാനെങ്ങനെയാ അത്രയും വലിയ മലയിലേക്ക് ഓടിപ്പോകുന്നത്, എന്നാൽ പിന്നെ ആ സമതല പ്രദേശത്തേക്ക് ഓടി ഞാൻ രക്ഷപ്പെട്ടോ. അവൻ സംശയിച്ച് നിൽക്കുക ലോത്ത്, എങ്ങനെ ഇതെല്ലാവരും പെട്ടെന്ന് ഓടിപ്പോക്കുമെന്ന് പറയുന്നത്. ഈ ദൈവദൂതന്മാർ എന്ത് ചെയ്യുന്നറിയാം, ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയും മക്കളെ എല്ലാം കൈക്ക് പിടിച്ച് വലിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ഉന്തി തള്ളി വിട്ടെന്നാണ് പറയണേ, രക്ഷപ്പെടുത്താൻ വേണ്ടി. കാരണം ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ദൈവം സംരക്ഷിക്കുക ലോത്തിനെ കുടുംബത്തെ. എന്നിട്ട് പറഞ്ഞു, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടോ. ഈ ദൈവദൂതന്മാർ ഇവരോട് പ്രത്യേകം പറഞ്ഞു,
നിങ്ങളിനി ഇവിടെ എന്ത് ബഹളം കേട്ടാലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, വിട്ടത് കലപ്പയെ കൈ വെച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഓടി രക്ഷപ്പെട്ടോ എന്ന് വിളിച്ച് പറഞ്ഞു. വീണ്ടും പറഞ്ഞു നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ പട്ടണത്തിൽ നിന്ന് സൊദോം ഗൊമോറയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇവരിങ്ങനെ ഓടി പോകുമ്പോഴത്തേനും പുറകിൽ കേൾക്കാം തീ പൊട്ടുന്നതും തീ കത്തുന്നതും ആളി കത്തുന്നതും എല്ലാം. പക്ഷെ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്? തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോത്തും പെൺമക്കളും ആരും തിരിഞ്ഞു നോക്കിയാൽ എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ ഭാര്യയ്ക്കൊരു പ്രലോഭനം. ഇത് എവിടം വരെ ആയി, ഞങ്ങളുടെ പുറകു വരെ തീ ആയോ, ഞാനിവിടെ കത്തിപ്പോവും, എന്തോ അവൾ എന്താ തീരുമാനിച്ചത് നമുക്കറിയത്തില്ല. എന്തായാലും ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചു. ആ തിരിഞ്ഞു നോക്കിയത് അവിടെ നിന്നു, അവിടെ ഒരു ഉപ്പുതൂണായിട്ട് മാറി. പിന്നെ ബാക്കിയുള്ളവർ കാണുമ്പം പിറ്റേ ദിവസം അബ്രാഹമൊക്കെ നോക്കി കാണുമ്പം അതാ അവിടെ ഒരു ഉപ്പുതൂണ്. ആ നിമിഷം അവൾ ഉപ്പുതൂണായിട്ട് മാറി. ബാക്കി ലോത്തിൻ്റെ പെൺമക്കളും ബാക്കിയുള്ള സമ്പത്തുകളും ഒക്കെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അത് ചെറുതായാലും വലുതായാലും അത് നമ്മൾ അനുസരിക്കാനായിട്ട് കടപ്പാടുണ്ട്. ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവരെ ദൈവം ഏത് തീയിൽ നിന്നും ഏത് ഗന്ധകത്തിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഏത് ആപത്ത് അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇനി ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളൊക്കെ അന്ധമാക്കി കളയാനും. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവ തിരുമനസ് അറിഞ്ഞ് ജീവിക്കണം. ഇത് നിങ്ങൾക്കൊരു നല്ല സ്കിറ്റായിട്ട് കളിക്കാവോ? നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ കാണാം. അബ്രാഹം, നീ എന്നും അതിരാവിലെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവല്ലേ? വളരെ സന്തോഷം. നീ കർത്താവിനോടുള്ള ഉടമ്പടിയിൽ എന്നും വിശ്വസ്തനാണ്. യജമാനന്മാരെ, നമ്മുടെ കർത്താവിന്റെ പരിപാലന എത്ര വലുതാണ്. അന്ന് ഞാനും എൻ്റെ സഹോദരൻ ലോത്തും വേർപിരിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള ദേശം എടുത്തുകൊള്ളുകയെന്ന്. അവൻ ആ ഫലഭൂഷ്ടിയുള്ള ജോർദാൻ സമതലം തെരഞ്ഞെടുത്തുവല്ലേ? കർത്താവിന്റെ തോട്ടം പോലെ കാണപ്പെട്ട സോദോമിൽ നിന്റെ സഹോദരപുത്രൻ ലോത്ത് കൂടാരം അടിച്ചു. അതെ, ഞാൻ കാനാൻ ദേശത്തും താമസമാക്കി. ഇന്നിതാ ദൈവം ഈ കാനാൻ ദേശത്തെ മറ്റേത് സ്ഥലത്തേക്കാളും കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്കിൽ ഞങ്ങൾ യാത്രയാകട്ടെ. യജമാനന്മാരെ, നിങ്ങൾ ഒരു ദിവസം എന്നോടൊപ്പം താമസിച്ചതിൽ എനിക്കേറെ നന്ദിയുണ്ട്. ആട്ടെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സോദോമിലേക്ക്. എങ്കിൽ വഴിയിലെത്തുന്നത് വരെ ഞാനും നിങ്ങളോടൊപ്പം വരാം. അബ്രാം, എന്തോ? കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഒരു വലിയ ജനതയാക്കും. നിന്നിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. അതിനാൽ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം നിന്നിൽ നിന്നും മറച്ചു വെക്കുന്നില്ല. യജമാനന്മാരെ, നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാൻ അവിടുന്ന് തന്റെ മക്കളോടും പിന്മുറക്കാരോടും കൽപ്പിക്കുന്നു. അറിയാം യജമാനനെ. സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ ഞങ്ങൾ അവരെ നശിപ്പിക്കാൻ പോവുകയാണ്. ദുഷ്ടന്മാർക്കൊപ്പം അവിടുന്ന് നീതിമാന്മാരെ നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതി ആ നഗരത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയില്ലേ? ഭൂമി മുഴുവന്റെ വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ആ നഗരത്തോട് മുഴുവൻ ഞങ്ങൾ ക്ഷമിക്കും. പൊടിയും
ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞു. കർത്താവെ, നീതിമാന്മാർ 50-ന് 5 കുറവ് വന്നാൽ അങ്ങ് ഈ നഗരത്തെ ശിക്ഷിക്കുമോ? 45 പേരെ കണ്ടെത്തുന്ന പക്ഷം ഞാൻ അവരോടെല്ലാം ക്ഷമിക്കും. 40 പേരെ ഉള്ളെങ്കിലോ? ആ 40 പേരെ പ്രതി ആ നഗരത്തോട് മുഴുവൻ ഞങ്ങൾ ക്ഷമിക്കും. ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവെ കോപിക്കരുതേ. ഒരുപക്ഷെ 30 പേരെ ഉള്ളെങ്കിലോ? ആ 30 പേരെ പ്രതി ഞാൻ ആ നഗരം നശിപ്പിക്കുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയോട് സംസാരിക്കാൻ തുനിഞ്ഞു. ഒരുപക്ഷെ 20 പേരെ ഉള്ളെങ്കിലോ? 20 പേരെ പ്രതി ഞാൻ ആ നഗരത്തോട് മുഴുവൻ ക്ഷമിക്കും. കർത്താവെ, ഒരു തവണ കൂടി മാത്രം അടിയന് സംസാരിക്കുന്നു. ഒരുപക്ഷെ 10 പേരെ ഉള്ളെങ്കിലോ? ആ 10 പേരെ പ്രതി ആ നഗരത്തോട് മുഴുവൻ ഞങ്ങൾ ക്ഷമിക്കും. ദൈവമേ, കരുണയായിരിക്കണമേ. ആരോ 2 പേർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാണാവോ? യജമാനന്മാരെ, ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി ഈ രാത്രി ഇവിടെ തങ്ങുക. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. വേണ്ട, ഈ രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അത് പറ്റില്ല. നിങ്ങൾ ഈ രാത്രി എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. ഞാൻ നിങ്ങൾക്കായി പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാം. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. എങ്കിൽ വരൂ, എൻ്റെ കൂടാരത്തിൽ വിശ്രമിക്കൂ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. 2 സുന്ദരിമാർ ലോത്തിന്റെ വീട്ടിലേക്ക് കയറുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇയാളുടെ കണ്ണിന്റെ ഒരു കാഴ്ച കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, ലോത്തിനെ വിളിക്കാം. സത്യം അറിയാമല്ലോ. അത് ശരിയാ. ലോത്ത്, ലോത്ത്, എന്താ? എന്തു പറ്റി? എല്ലാവരും എന്റെ വീട് വളഞ്ഞിരിക്കുന്നല്ലോ. രാത്രി നിന്റെ അടുക്കൽ വന്നവരിവിടെ. ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടണം. അതിന് നീ അവരെ പുറത്തു കൊണ്ടുവരിക. സഹോദരരെ, ഇത്തരം നേച്ചത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പുരുഷസ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. എന്നാൽ ഈ പുരുഷന്മാരെ ഒന്നും ചെയ്യരുത്. കാരണം അവർ എൻ്റെ അതിഥികളാണ്. മാറി നിൽക്കൂ. പരദേശിയായി വന്നവൻ ന്യായം പറയാൻ വരുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. വരൂ, നമുക്ക് ഈ വാതിൽ തല്ലിപ്പൊളിക്കാം. എന്റെ കണ്ണ് വേദനിക്കുന്നു. എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എനിക്ക് വേദനിക്കുന്നു. ലോത്ത്, ഈ നഗരത്തിൽ നിന്റെ ഭാര്യയും 2 മക്കളുമല്ലാതെ നിനക്ക് മറ്റാരെങ്കിലും ഉണ്ടോ? മക്കളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ ഈ നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്താക്കുക. ഞങ്ങൾ ഈ നഗരം നശിപ്പിക്കാൻ പോകുന്നു. സോദോമിനും ഗൊമോറയ്ക്കുമെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നശിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യജമാനന്മാരെ,
ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയെയും പെൺമക്കളെയും കൂട്ടി ഉടൻ പുറപ്പെടുക. ഇല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിക്കും. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക. പിന്തിരികെ നോക്കരുത്. താഴ്വരയിലേക്കും തങ്ങുകയും വരുത്. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. യജമാനന്മാരെ, അങ്ങനെ പറയരുതേ. ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ വലിയ കാരുണ്യമാണ് അങ്ങ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിലേക്ക് ഓടിക്കേറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ടോടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അങ്ങനെ എനിക്കെന്റെ ജീവൻ രക്ഷിക്കാം. ശരി, അക്കാര്യവും ഞാൻ സ്വീകരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടുക. മരിച്ചു നിൽക്കാതെ ഓടി രക്ഷപ്പെടുക. പിന്തിരിഞ്ഞ് നോക്കരുത്. നേരം പുലർച്ചയായി. കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ സോദോം ഗൊമോറ കത്തി നശിച്ചിരിക്കുന്നു, ചാരമായിരിക്കുന്നു. തീയും ഗന്ധകവും നിറഞ്ഞിരിക്കുന്നു. അതാ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിരിക്കുന്നു. പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത് അവൾ മറന്നു. കർത്താവേ, എന്റെ സഹോദരൻ ലോത്ത്, അവൻ താമസിച്ചിരുന്ന ഈ നഗരം അങ്ങ് നശിപ്പിച്ചപ്പോൾ എന്റെ സഹോദരനെ അങ്ങ് രക്ഷിച്ചു. ദൈവമേ, നന്ദി, നന്ദി, നന്ദി. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ലതായിട്ട് കുട്ടികൾ കളിച്ചില്ലേ? കണ്ടോ, നോക്കിക്കേ, ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ദൈവം അവർക്ക് ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. നന്മ പ്രവർത്തിക്കണം, തിന്മ പ്രവർത്തിക്കരുത് എന്നൊക്കെ അവർക്കറിയാമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം കൽപ്പനകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴി വിട്ടകന്നപ്പോൾ ദൈവം ദൂതന്മാരെയൊക്കെ വിടുക, മക്കളെ തിരിച്ചു വാ, മക്കളെ തിരിച്ചു വാ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവർ തിരിച്ചു വന്നോ? ഇല്ല. അപ്പോൾ ലോത്ത് പറഞ്ഞു, ലോത്ത് അവരോട് കേണപേക്ഷിച്ചു, എൻ്റെ വീട്ടിൽ അതിഥികളായവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരനുസരിച്ചോ? ഇതുപോലെ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോടും കേണപേക്ഷിക്കാറില്ലേ? ചില തെറ്റുകളൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ ചെയ്യുമ്പം മക്കളെ അങ്ങനെ ചെയ്യരുത്. ടി വി കാണുമ്പം, കുസൃതി കാണിക്കുമ്പം മക്കളെ ഇത് ദൈവത്തിന് ഇഷ്ടമില്ല, ഈശോയ്ക്ക് ഇഷ്ടമില്ല എന്നൊക്കെ നിങ്ങളോട് പറയാറില്ലേ? പലപ്പോഴും ഈ വൃദ്ധന്മാരെ പോലെയൊക്കെയാണ് നമ്മളും. ഈ കേട്ടത് വേണ്ടാന്ന് വെക്കും. അതുപോലെ മറ്റൊരു ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം പറഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കരുതെന്ന്. പുറകിൽ എന്താണെങ്കിലും പിന്നെ പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ലോത്തും മക്കളും ആരും നോക്കിയില്ല. പക്ഷെ ആര് തിരിഞ്ഞു നോക്കി? ഭാര്യ തിരിഞ്ഞു നോക്കി. എന്ത് പറ്റി? ഉപ്പ് തൂണായി മാറി. ഇത് കണ്ടോ? ഇതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിക്കുവാൻ നമുക്ക് കൃപ കിട്ടണം. അങ്ങനെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതൊന്ന് വീട്ടിൽ പോയി ഒന്ന് വായിച്ച് വീട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂടി ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? അവരോടും കൂടെ ഈ കഥയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ഈശോനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം പാലിക്കുവാനും അങ്ങ് സുവിശേഷത്തിലൂടെ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന തരുമ്പോൾ ദൈവമേ അത് അനുസരിച്ച് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും ദൈവമേ അങ്ങ് 10 പ്രമാണങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകണമേ. യേശുനാഥ, അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങ് നൽകുന്ന ഓരോ ദിവസവും സുവിശേഷത്തിലൂടെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമുക്കൊന്ന് സ്തുതിയല്ലേ വീട്ടിലേക്ക് പോകാം അല്ലേ? യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.